ിലല്ലാതെ പത്രത്തിൻ്റെ ഒന്നാം പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാരികയുടെ അകത്തളങ്ങളിലോ നമ്മൾ കണ്ടുമുട്ടാറില്ല. നർത്തകിമാർ, നർത്തകന്മാർ, എത്രയോ ഇതര സർഗാത്മക ആവിഷ്കാരങ്ങളുടെ പ്രതിഭാശാലികളായിട്ടുള്ള മനുഷ്യർ, അവരെ ഒന്നും നമ്മളിങ്ങനെ ഏറ്റെടുത്ത് ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. ഈ കൊടുക്കുന്ന ബഹുമാനത്തിന് അനുസരിച്ച അതിന് തക്കതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിറഞ്ഞ കർത്തവ്യമാണോ എഴുത്തുകാരൻ സമൂഹത്തിൽ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? കഥകളും കവിതകളും നോവലുകളും എഴുതുന്നു, അത് ധാരാളമായി പ്രചരിക്കപ്പെടുന്നു, അതിന് സമ്മാനങ്ങൾ അവർക്ക് കിട്ടുന്നു, ആളുകൾ അതിനെ ബഹുമാനിക്കുന്നു, ഒക്കെ ശരി. സംസ്കാരത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഥയിലൂടെ, കവിതയിലൂടെ എങ്ങനെയാണ് എഴുത്തുകാരൻ സംസ്കാര നിർമ്മാണം സാധിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ മഹാഭാരതവും രാമായണവും എൻ്റെ BA MA പഠനകാലത്ത് സിലബസിൻ്റെ ഭാഗമായിട്ട് കൂടി ക്ലേശിച്ച് അരിഷ്ടിച്ച് വായിച്ചു തീർത്ത ഒരാളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത്രയൊന്നും ഗംഭീരം എന്ന് പറയേണ്ടതില്ലാത്ത ചില ലളിത കഥാസന്ദർഭങ്ങളാണ് അതിലെന്ന് നമുക്ക് തോന്നിയേക്കാം. ഇപ്പോൾ രാമായണം എടുത്താൽ രാമനും സീതയും തമ്മിലുള്ള പ്രേമബന്ധം, അവരുടെ വിവാഹം, ഒരു വില്ലൻ പ്രത്യക്ഷപ്പെട്ട് സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭം, തിരികെ യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുത്ത് സസുഖം വാണു എന്ന് പറയുന്ന ഒരു സന്ദർഭം, അങ്ങനെ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ ഹിന്ദി സിനിമയിലെ വിഷയമാക്കാവുന്ന, ഷാരൂഖ് ഖാനും അമരീഷ് പുരിക്കും വില്ലനും നായകനുമായിട്ട് അഭിനയിച്ച് തകർക്കാവുന്ന ഒരു കഥ മാത്രമല്ലേ രാമായണത്തിൻ്റെ കഥ എന്ന് നമുക്ക് പുറമേ നിന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ മഹാനായ ഒരു കവി കാട്ടാളനിൽ നിന്ന് ഋഷിയായി മാറിയ ഒരു കവി അതിനെ എങ്ങനെയാണ് എത്രയോ ദശകങ്ങൾ, എത്രയോ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും മനുഷ്യ മനസ്സിനെ, ഒരു ജനതയെ ഒട്ടാകെ സ്വാധീനിക്കാൻ ഉതകുന്ന വിധം ഒരു സംസ്കാര നിർമ്മിതിയാക്കി മാറ്റിയതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാം. രാമായണത്തിൻ്റെ തുടക്കത്തിൽ, രാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ സാഹചര്യത്തിൽ മറ്റെന്തോ ആക്കി പരിവർത്തിപ്പിച്ചിട്ട് അധികാര സ്വരൂപങ്ങളുടെ ഒരു ഉപാധി എന്ന മട്ടിൽ അതിനെ മാറ്റിയെടുത്തിട്ടുള്ള നമ്മൾ കണ്ട് വിഷമിക്കാറുണ്ട്. എന്നാൽ രാമായണത്തിൻ്റെ തുടക്കത്തിൽ വാത്മീകി നാരദരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ആണ് ആ കഥ ആരംഭിക്കുന്നത്. ആരാണ് ഭൂമിയിൽ ഗുണവാനും വീര്യവാനുമായ ഒരു മനുഷ്യൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ മാ നിഷാദ പൃഷ്ടാംത്വം അഗമശാശ്വതി സമാഹല്ല. അതിനു മുമ്പ് ചിതൽപുറ്റിൽ നിന്ന് മഹാഋഷിയായി പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു മനുഷ്യാത്മാവ് ലോകത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി തപസിദ്ധമായിട്ടുള്ള തൻ്റെ ധ്യാനാർജിതമായിട്ടുള്ള തൻ്റെ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വന്ന നാരദൻ എന്ന് പറയുന്ന ഒരു ഋഷിയോട്, ഒരു ദേവഋഷിയോട് ഒരു ചോദ്യം ഉന്നയിക്കുന്നതിലാണ് രാമായണത്തിൻ്റെ ആരംഭം. ആരാണ് ഭൂമിയിൽ കോനസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ. ഞാൻ സംസ്കൃതം പറഞ്ഞ് ഹിന്ദു മിത്തോളജി പറഞ്ഞ് നിങ്ങളെ വരട്ടുകയല്ല, പഠിച്ച ചിലത് പറഞ്ഞു തരാം എന്നുള്ള ധാരണയോടെയാണ് ഇരിക്കുന്നത്. ലോകത്തിൽ വീര്യവാനും ഗുണവാനുമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വളരെ ലളിതമായിട്ട് തോന്നാമെങ്കിലും ആ ചോദ്യത്തിൽ ഇന്നത്തെ ലോകത്തിലെവിടെയുമുള്ള അധികാര സ്വരൂപത്തെയും സൃഷ്ടികർമ്മത്തെയും നന്മയെയും സംബന്ധിക്കുന്ന വലിയ പൊരുളുകൾ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുണവാനും വീര്യവാനുമായിട്ടുള്ള ഒരാളെ ലോകത്ത് കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഗുണവാൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ മനുഷ്യർക്ക് ഗുണം, നന്മ, വെർച്യു എന്നെല്ലാം പറയുന്ന നന്മയുടെ പ്രകാശത്തിൻ്റെ അംശമുള്ള ഒരു പൂർണ്ണ മനുഷ്യൻ.
വീര്യവാൻ എന്നാൽ തീർച്ചയായിട്ടും അന്നും ഇന്നും ഒരു പുരുഷൻ്റെ വീര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ വീര്യം എന്ന് പറയുന്ന അധികാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് വീര്യവാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരമുള്ള ഒരാൾ എന്നർത്ഥമാണ്. അപ്പോൾ ഗുണവാനായിട്ടുള്ള ഒരാൾക്ക് വീര്യവാനും ആയിരിക്കുവാൻ, അല്ലെങ്കിൽ വീര്യവാനായ ഒരാൾക്ക് ഗുണവാനുമായിരിക്കുവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യൻ കോനസ്മിൻ സാമ്പ്രതം ലോകെ, ഈ ലോകത്ത് അങ്ങനെ ഒരുത്തൻ ഉണ്ടോ എന്ന് കാട്ടാളനിൽ നിന്ന് മനഃപരിവർത്തനം വന്ന് ഋഷിയായി മാറിയ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കാവ്യം തുടങ്ങുന്നത്. ഇന്നും പ്രസക്തമായൊരു ചോദ്യമാണ്, ഗുണവാനായൊരു മനുഷ്യന് അധികാരം കിട്ടിയാൽ, വീര്യം കിട്ടിയാൽ അത് രണ്ടും ഒരേപോലെ തുടർന്നു പോകുവാൻ സാധിക്കുമോ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം നാരദൻ പറഞ്ഞ് എളുപ്പത്തിൽ പറയുന്നു. അങ്ങനെ ഒരാളുണ്ട്, മിഥിലാപുരിയിൽ ദശരഥൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിട്ടുള്ള രാമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. എങ്കിൽ ആ കഥ പറയൂ എന്ന് പറയുമ്പോഴാണ് കഥ പറയുന്നത്. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. രാമചരിതമാനസത്തിൽ അവസാനം പട്ടാഭിഷേകത്തോടെ തിരിച്ച് രാമൻ വീണ്ടെടുക്കുന്ന സീതയുമായിട്ട് സസുഖം വാണു, ഹനുമാൻ മാറു പുലർത്തി രാമനെ കാണിച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു രാമായണ കഥ അല്ല വാൽമീകി എഴുതിയത് എന്ന് നമ്മളിപ്പോൾ ഓർക്കേണ്ടതുണ്ട്. അതുവരെയും ഗുണവാനായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും ഗുണവാനായിട്ടുള്ളൊരു മനുഷ്യനെയാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം ഉത്തരരാമായണം തുടങ്ങുമ്പോഴാണ് വീര്യവാനായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഗുണത്തെ പ്രതി ആദരണീയനോ നിരാദരണീയനോ ആയി തീരുന്നത് എന്നുള്ള കാര്യമാണ് വാൽമീകി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഭക്തികാവ്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള രാമായണത്തിൻ്റെ നിരവധിയായിട്ടുള്ള വിവർത്തനങ്ങളിൽ, പുനരാവർത്തനങ്ങളിൽ, പരാവർത്തനങ്ങളിലൊന്നും ഇത്രമേൽ ഇത് ഊന്നി പറഞ്ഞിട്ടില്ല. പഴയ കഥയിലെ എന്നതുപോലെ അച്ഛൻ ഒരമ്മയ്ക്ക് കൊടുത്ത ശപഥം പാലിക്കുവാൻ വേണ്ടി കാട്ടിൽ പോയ രാമൻ്റെ തുടർച്ചയാണ് അധികാരം കിട്ടിയ രാമൻ എന്നാകിൽ, തൻ്റെ ഭാര്യയെപ്പറ്റി മോശമായിട്ടുള്ള ഒരു അപവാദം നാട്ടിൽ പ്രചരിച്ചപ്പോൾ അഗ്നിശുദ്ധി വരുത്തിയ തൻ്റെ ഭാര്യയെ സംശയിക്കാതെ വീണ്ടും കാട്ടിലേക്ക് തന്നെ പോകുവാനോ അധികാരം കൈയൊഴിയുവാനോ കഴിയേണ്ട ആദർശശാലിയായിരുന്നു രാമൻ എന്ന് ആ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ അധികാരം കിട്ടിയതിന് ശേഷമുള്ള രാമൻ, ഉത്തരരാമായണത്തിലെ രാമൻ, എവിടെയോ പറഞ്ഞ ഒരു കിംവദന്തി എന്നുള്ള വാക്ക് വാൽമീകി രാമായണത്തിലാണ് ആദ്യമായിട്ടുണ്ടായത്. നമ്മൾ പറയുന്ന കിംവദന്തി, പരദൂഷണം എന്നൊക്കെ പറയുന്ന കിംവദന്തി, വാട്സാപ്പ് എന്നുള്ള സാധനം. അധികാരം കിട്ടി ആദ്യം ഇരിക്കുന്ന രാജസദസ്സിൽ അദ്ദേഹം മന്ത്രിമാരോടായിട്ട് നാട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. കിം വദന്തി, വാട്സാപ്പ് എന്തു പറയുന്നു നാട്ടിൽ? അപ്പോൾ സോമൻ എന്ന് പറയുന്ന ഒരു മന്ത്രി എഴുന്നേറ്റ് എന്ന് പറയുന്നു, കുഴപ്പമൊന്നുമില്ല സാർ, പക്ഷേ അലക്കുകാരനായിട്ടുള്ള ഒരുത്തൻ, ഒരു രചകൻ, തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു ചെറിയ കലഹത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അവൻ ഭാര്യയുമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞു. അവൾ തൻ്റെ തെറ്റ് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, അത് ഈ രചകൻ്റെ ഗർഭം തന്നെയാണെന്ന് വാദിച്ചു. അപ്പോൾ രചകൻ പറഞ്ഞു അത്രേ, 14 വത്സരം കാട്ടിൽ ഒന്നിച്ച് സ്വൈരവിഹാരം നടത്തിയിട്ടും കുട്ടികളുണ്ടാവാതിരുന്ന രാമൻ രാവണൻ്റെ അടുക്ക പോയി തിരിച്ചു വന്നപ്പോൾ ഇരട്ട പെറ്റ ഒരു സീതയെ കിട്ടിയപ്പോൾ സംശയിക്കാതിരുന്നതുപോലെ ഞാനും മണ്ടനാണെന്നാണോ നീ കരുതുന്നത് എന്ന് ഈ രചകൻ ഭാര്യയെ ഭർസിച്ചു അത്രേ. രാമൻ ദൈവമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് വെറും നുണയും കിംവദന്തിയുമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും മേധയും അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ അധികാരിയായ രാമൻ തൻ്റെ കസേര ഇളകും എന്നുള്ള, കസേരയുടെ ധാർമ്മികമായ ആരൂഢം ഇളകും എന്നുള്ള ഭയം കൊണ്ട് ലക്ഷ്മണനെ വിളിച്ചു പറയുന്നു, പഞ്ചവടിയിൽ പോയി താമസിച്ച നമ്മുടെ പഴയകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് നീ ചേടത്തിയമ്മ ഒന്ന് കാടൊക്കെ കണ്ട് വരാൻ എന്ന വ്യാജേന പോവുകയും അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് സൂത്രത്തിൽ തിരിച്ചു വരികയും ചെയ്യുക എന്ന് പറയും.
ധർമ്മപത്നിയായിട്ടുള്ള സീതയെ, മനസ്വിനിയായിട്ടുള്ള സീതയെ, ഭവഭൂതിയുടെ ഭാഷയിൽ കഠോരഗർഭയായിട്ടുള്ള സീതയെ, ഇരട്ടഗർഭമാണ് അവൾക്ക്, കഠോരഗർഭയായിട്ടുള്ള സീതയെ കൊടും കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മണൻ തിരിച്ചു വരുന്നു. ഇതാണ് ഉത്തരരാമായണത്തിൻ്റെ കഥ. കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ. വീര്യം കിട്ടിയപ്പോൾ, അധികാരം കിട്ടിയപ്പോൾ നമ്മൾ ഒരു ഉത്തരരാമായണം കാണുന്നു. അതുവരെയും ഇന്ത്യൻ ചിന്തയിൽ അയനം എന്ന വാക്ക് സൂര്യൻ്റെ രണ്ട് തരത്തിലുള്ള സഞ്ചാരഗതിയെ സൂചിപ്പിക്കുന്നതാണ്. ഉത്തരായനവും ദക്ഷിണായനവും. സൂര്യൻ മറ്റൊരു പഥം സ്വീകരിച്ചുകൊണ്ട് വ്യതിചലിക്കുന്ന സഞ്ചാരഗതിക്കാണ് നമ്മൾ ഉത്തരായണം എന്ന് പറയുന്നത്. അയനം എന്ന വാക്കാണ് ഉത്തരായണം എന്ന് പറയുമ്പോൾ വരുന്നത്. രാമായണം എന്ന് പറയുമ്പോൾ രാമസ്യ അയനം എന്ന് നിങ്ങൾക്കറിയാം. അതുവരെയും സൂര്യൻ്റെ രണ്ട് തരം അയനങ്ങൾ മാത്രം പരിചയിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സൂര്യവംശ കുലജാതനായിട്ടുള്ള ഒരു രാജാവിൻ്റെ രണ്ട് തരത്തിലുള്ള അയനം പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് വാൽമീകി ആ പുസ്തകത്തിന് രാമായണം എന്ന പേരിട്ടത്. രാമൻ്റെ അയനം. രവികുല വംശനായിട്ടുള്ള ഒരു മഹാരാജാവിൻ്റെ രണ്ട് തരം അയനങ്ങളെപ്പറ്റി മനുഷ്യനെ പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് അത്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം എടുക്കുകയും അവതാര വാഴ്ത്തുകൾ നടത്തുകയും അതാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുമ്പോൾ സർഗാത്മകതയും നന്മയും അധികാരവും തമ്മിലുള്ള ഈ അഭിമുഖം, അതിൻ്റെ സംഘർഷം, അതിലെപ്പോഴും ജയിക്കുന്ന അധികാരം എന്ന ഭാവം അതിനെപ്പറ്റി വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നു. രാമായണം എന്ന വാക്ക് തന്നെ, ആ പേരിടൽ തന്നെ അത്യന്തം മനോഹരമാകുന്ന സന്ദർഭം അതാണ്. മനുഷ്യൻ്റെ രണ്ട് തരത്തിലുള്ള അയനത്തെപ്പറ്റി ഉള്ള ഒരു ധ്യാനമാണ് രാമായണം എന്ന് മനസ്സിലാക്കുമ്പോൾ. നോക്കൂ, മഹാഭാരതത്തിന് ജയം എന്ന് പേരിട്ടപ്പോൾ ആദ്യം അതിൻ്റെ പേര് ജയം എന്നായിരുന്നു. നിങ്ങൾക്കറിയാം, മഹാഭാരതത്തിൻ്റെ ആദ്യ പേര് ജയം എന്നായിരുന്നു. അതിനെയാണ് പല വ്യാസന്മാർ ചേർന്ന് വിടർത്തി മഹാഭാരതം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മഹത്തായ 1,20,000 ശ്ലോകങ്ങളുള്ള വലിയ പുസ്തകമായിട്ട് വായിക്കുന്നത്. മനുഷ്യൻ്റെ ആത്യന്തികമായ പരാജയത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകത്തിനാണ് മഹാകവിയായിട്ടുള്ള വ്യാസൻ ജയം എന്ന് പേരിട്ടത്. തങ്ങളാരെ വെന്ന് വാഴുവാനായിട്ടാണോ അഹോരാത്രം പണിപ്പെട്ടത്, ആ നൂറ്റവരെയും കൊല ചെയ്തതിന് ശേഷം ജ്യേഷ്ഠാനുജന്മാരായിട്ടുള്ള 5 പേർ പാഞ്ചാലിയുമൊത്ത് അധികാരത്തിലെത്തിയതിന് ശേഷവും അവർക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. ഭൂമിയിലെ സിംഹാസനം പോരാഞ്ഞ് സ്വർഗത്തിലെ സിംഹാസനം മോഹിച്ച് ധർമ്മൻ്റെ മകനായിട്ടുള്ള യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെയും ഭാര്യയും കൂടി സഞ്ചരിക്കുന്ന മഹാപ്രസ്ഥാനം എന്ന യാത്രയിലാണ് ആ നോവൽ, പഴയകാലത്തെ നോവൽ, അതിനെ നോവൽ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, ആ മഹത്തായ ഇന്ത്യൻ നോവൽ അവസാനിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പുകൾ പിന്നിൽ വീണ് പോകുമ്പോഴും അതിന് ന്യായം കണ്ടെത്തി, അവരുടെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി അവരെ പഴിച്ച് മുന്നേറുന്ന ധർമ്മൻ്റെ മകന്, ധർമ്മപുത്രർക്ക് സ്വർഗത്തിലെത്തുവാനുള്ള സാധ്യത, ഒരു ചാവാലിപ്പട്ടിക്ക് സ്വർഗത്തിലെത്തുവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ഒരു പട്ടിയുടെ കഥയിലൂടെ വ്യാസൻ മറച്ചു വച്ച് ചിരിക്കുന്ന ഒരു ചിരി നമുക്ക് കാണാൻ സാധിക്കും. ഈ ആത്യന്തികമായ പരാജയത്തിനാണ് അദ്ദേഹം ജയം എന്ന് പേര് കൊടുത്തത്. നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പേരിടൽ കർമ്മത്തിൽ തന്നെ ഒരു മഹത്തായ കാവ്യപ്രതിഭ പ്രവർത്തിച്ചിരുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആമുഖമായിട്ട് പറഞ്ഞത്. ഇതിൽ സംസ്കാരം പ്രവർത്തിക്കുന്ന രീതി, നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ വൺ ലൈനായി പറഞ്ഞു പോകാവുന്ന ഈ കഥയ്ക്കുള്ളിൽ സംസ്കാരം പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, 2 ദിവസമായി നിരവധി എഴുത്തുകാർ ഇവിടെ കണ്ടുമുട്ടുമ്പോൾ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഏർപ്പെടുമ്പോൾ, അവരിൽ നിന്ന് കിട്ടിയ വെളിച്ചത്തിൽ വീണ്ടും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതാണ്. ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ, മനുഷ്യജീവിതത്തിൻ്റെ ചെറിയ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ പെരുമാറേണ്ടത് എന്നുള്ള ഒരു തത്വം നമ്മുടെ കുടുംബജീവിതം ആരംഭിച്ച ഒരു കാലഘട്ടത്തിൽ ഗുഹാവാസിത്വത്തിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് നടന്ന് കൂട്ടുകുടുംബങ്ങളാണെങ്കിൽ പോലും ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഒരു കുടുംബം പ്രവർത്തിച്ചു തുടങ്ങിയ സന്ദർഭത്തിൽ എങ്ങനെയാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ വലിയ ഒരു
മാനിഫെസ്റ്റോ ആയിട്ട് കൂടി രാമായണം വായിക്കാം. എങ്ങനെയാണ് ചേട്ടനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അധർമ്മം വരുന്ന സന്ദർഭത്തിൽ അമ്മയോട് പോലും പെരുമാറേണ്ടത്. ഇപ്പോൾ ലക്ഷ്മണ ഗീത എന്ന് പറയുന്ന ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന സന്ദർഭമുണ്ട് രാമായണത്തിൽ. രാമഗീത എന്ന് പറയുന്ന ഭാഗമാണത്. മഹാഭാരതത്തിൽ ഗീത യുദ്ധോദ്യുക്തനാക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ രാമായണത്തിലെ രാമഗീത, മറ്റൊരു ദൈവമായ രാമൻ്റെ ഗീത, തൻ്റെ മാതൃതുല്യായിട്ടുള്ള കൈകേയിയെ കൊല്ലാൻ വാളെടുത്ത ലക്ഷ്മണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഗീതയാണ്. നോക്കൂ, രണ്ട് ദൈവങ്ങൾ രണ്ട് കാലഘട്ടത്തിൽ പറയുന്ന രണ്ട് ഗീതകൾ തികച്ചും വിപരീത സ്വഭാവമുള്ളവയാണ്. ഒന്ന് സ്വന്തം മാതാവിനെ, സ്വന്തം മാതാവല്ല കൈകേയിയെ കൊല്ലുവാൻ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനെ അന്യായമായി കാട്ടിലേക്ക് അയക്കുവാൻ കൂട്ടുനിന്ന ദുഷ്ടയായിട്ടുള്ള ഒരാൾ. അവർക്കെതിരെ വാള് ഓങ്ങുന്ന ലക്ഷ്മണനെ തടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് പറയുന്ന ഗീതയിലെ ഭാഗം തന്നെ മറ്റു രീതിയിൽ പറയുകയാണ്. നിനക്ക് നിൻ്റെ അമ്മയെ കൊല്ലാൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നു നിൻ്റെ ദേഷ്യം കൊണ്ട്, പക്ഷേ ആത്മാവിൽ നിനക്ക് വധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വധത്തിൽ നിന്ന് തൻ്റെ സഹോദരനെ പിന്തിരിപ്പിക്കുന്നു ഒരു ദൈവം. മഹാഭാരതത്തിലാകട്ടെ തൻ്റെ ബന്ധുക്കളെ കൊല്ലുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അർജുനനെ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞ് വിടുന്നു. രണ്ടും ദൈവങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് തരം കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് ഉണർന്നു വന്ന രണ്ട് തരം ഗീതകളാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തേത് കുടുംബ ബന്ധങ്ങളിൽ, നേരത്തെ പറഞ്ഞ പോലെ കുടുംബ ബന്ധങ്ങളിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം പ്രതിപ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു സാംസ്കാരിക അവബോധം ഉണ്ടാക്കാൻ ഒരു കവി ചെയ്തതാണെങ്കിൽ, രാമായണവും മഹാഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നിൽ കുടുംബ ബന്ധങ്ങളെപ്പറ്റി പറയുന്നു, അതിൽ ഓരോരുത്തരും പുലർത്തേണ്ടുന്ന സ്ഥാനങ്ങളെയും രീതികളെയും പറ്റി പറയുന്നു. മഹാഭാരതത്തിലാകട്ടെ അങ്ങനെ പഠിപ്പിച്ചു വിട്ട ഒരു സംസ്കാരത്തിൽ പോലും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കൂടപ്പിറപ്പുകളോട്, ബന്ധുക്കളോട്, അച്ഛനമ്മമാരോട് ഈ ധാർമ്മികത പുലർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയും. ഒന്ന് പുലർത്തേണ്ടത് എങ്ങനെയെന്ന് പറയുന്നു, മറ്റത് എന്തുകൊണ്ടത് പുലർത്താൻ സാധിക്കുന്നില്ല. മഹാഭാരതത്തിൻ്റെ തീം അതാണ്. ഭാഗം വെച്ച് പിരിയലാണ്. മറ്റത് കുടുംബമായിട്ട് ഒന്നിച്ചു കൂടുന്ന കഥയാണെങ്കിൽ ഇത് ഭാഗം വെച്ച് പിരിയുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്. കുടുംബ ബന്ധത്തിൽ ഭാഗം വെച്ച് പിരിയുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്. അതിൽ ആത്യന്തികമായി ജയം എന്നൊന്നില്ല എന്ന് പറഞ്ഞു തരുന്നു. ഖുറാനിൽ അള്ളാഹു ചിരിക്കുന്ന സന്ദർഭത്തെപ്പറ്റി ഒരു ആയത്തുണ്ട്. കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒരു ചെങ്ങലയോ ഒരു കയറോ എടുത്ത് ഇതെൻ്റെ സ്ഥലം ഇത് നിൻ്റെ സ്ഥലം എന്ന പേരിൽ അളക്കുമ്പോൾ, ലിങ്സ് പിടിച്ച് അളക്കുമ്പോൾ, ആ പുളി ഇപ്പുറത്ത്, ആ മരം മാവ് കുറച്ചും കൂടി ഇപ്പുറത്ത്, ഒരു 2 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് എന്ന് പറഞ്ഞ് വാദിച്ച് അളക്കുന്ന സമയത്താണ് അത്ര പരമകാരുണികനായ അള്ളാഹു ചിരിക്കുന്നതെന്ന് ഖുറാനിൽ പറയുന്നു. ഇത് തന്നെയാണ് ഈ സഹോദര്യ ബന്ധം എന്ന് പറയുന്ന ഇടപാടിലെ അതിസങ്കീർണമായിട്ടുള്ള ഇടങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് വ്യാസൻ ചിരിക്കുകയാണ്. അൾട്ടിമേറ്റായിട്ടുള്ള പരാജയത്തെയാണ് നിങ്ങൾ ജയം എന്ന് വിളിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരികയാണ്. കൊച്ചു കൊച്ചു സന്ദർഭങ്ങളിൽ ഓരോന്നും പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, എനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു ഉദാഹരണമാണ് രാമായണം കർക്കിടകം ഇപ്പോൾ 2ാമത് വായിച്ചപ്പോഴാണ് അത് വീണ്ടും മനസ്സിൽ തട്ടിയത്. സീത അപഹരിക്കപ്പെട്ട സീതയിൽ നിന്ന് ആഭരണങ്ങളുടെ ഒരു പൊതി താഴെ വീണു പോകുന്ന, ഞാൻ ഈ അത്യന്താധുനിക സാഹിത്യകാരനായിട്ടിരുന്ന രാമായണം പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇത് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എനിക്ക് തോന്നി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സീതയുടെ ആഭരണപ്പൊതി നിലത്ത് കിട്ടിയ സുഗ്രീവൻ തെക്ക് ദേശത്തേക്ക് കുരങ്ങന്മാരുടെ പടയുമായി പോകുന്ന രാമൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെയൊരു പൊതി കിട്ടിയിട്ടുണ്ട്, ഈ ആഭരണങ്ങൾ നിങ്ങളുടെ ഭാര്യയുടേതാണോ എന്ന് നോക്കൂ എന്ന് പറയുന്നു. ശ്രീരാമൻ അത് കയ്യിലെടുത്തിട്ട് കരച്ചിലുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആഭരണങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് കാണുമ്പോൾ അനുജനെ കാണിക്കുന്നു, ലക്ഷ്മണ ഇത് സീതയുടെ ആഭരണങ്ങളാണോ എന്ന് നോക്കൂ. അങ്ങനെ ലക്ഷ്മണൻ നോക്കുമ്പോൾ ലക്ഷ്മണൻ ആദ്യം പറയുന്നു, ജ്യേഷ്ഠ എനിക്ക് ചേട്ടത്തിയമ്മയുടെ ആഭരണങ്ങൾ കണ്ടു പരിചയമില്ല, കാരണം ഞാൻ അവരുടെ ആഭരണങ്ങൾ കിടക്കുന്ന ഇടങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം പോരാൻ നേരത്തെ അമ്മ എന്നെ പഠിപ്പിച്ചത് രാമം ദശരഥം വിദ്ധി അയോധ്യ മടവിം വിദ്ധി, അല്ലേ? അറിയാം, അവിടെ ആരൊക്കെ ചൊല്ലുന്നുണ്ട്. അങ്ങനെ 4 വരികളാണ്.
രാമനെ നീ അച്ഛനെ പോലെ കരുതണം, അടവിയെ കാടിനെ നീ അയോധ്യ തന്നെ എന്ന് കരുതണം, ജനകാത്മജയെ സീതയെ മാം വിദ്ധി ജനകാത്മജ, ഞാൻ തന്നെയാണ് അവൾ എന്ന് നീ കരുതണം, അമ്മയെപ്പോലെ കരുതണം എന്ന ഉപദേശമാണ്. അതാണ് വരരുചി. പിന്നീട് കഥയിൽ മഹാഭാരതത്തിലെ ഏറ്റവും ഗംഭീരമായ ശ്ലോകം ഏത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയപ്പെട്ട പന്തിരുകുളത്തിൽ പിന്നീട് വായിക്കുന്നത് ഈ ശ്ലോകമാണ്. ഒരു സംസ്കാരത്തിൻ്റെ രൂപീകരണമാണ്. ലക്ഷ്മണൻ പറയുന്നു, എനിക്ക് ഈ ആഭരണങ്ങൾ കണ്ടാൽ മനസ്സിലാവുകയില്ല. 14 വർഷം നമ്മൾ ഒന്നിച്ച് താമസിച്ചെങ്കിലും ഞാൻ കാട്ടിലെ മരവുരി മാത്രം ഉടുത്ത എൻ്റെ ചേടത്തിയമ്മയുടെ നെഞ്ചിലെ ആഭരണങ്ങളോ കാതിലെ ആഭരണങ്ങളോ സുന്ദരമായ വാത്മീകി തന്നെ പറയുന്ന വല്ലികൾ പോലെ നീണ്ടു മെലിഞ്ഞ് സുന്ദരമായ കൈകളുടെ വളകളോ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നു, ചേട്ടാ എനിക്ക് ഒരു ആഭരണം ഓർമ്മ കിട്ടും, ചേട്ടത്തിയമ്മയുടെ കാലിലെ പാദസരങ്ങൾ ഞാൻ എന്നും കണ്ടിട്ടുണ്ട്. രാവിലെ കുളിച്ചാൽ ഞാൻ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ട് എൻ്റെ പ്രവൃത്തികൾ തുടങ്ങാറുള്ളത്. അതുകൊണ്ട് എന്നും ഞാൻ അവരുടെ പാദസരങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആഭരണക്കൂട്ടിൽ കെട്ടിൽ നിന്ന് പാദസരങ്ങൾ തിരിച്ചറിയുന്നതും സീതയെ തന്നെയാണ് ഈ രാവണൻ നക്തഞ്ചരനായിട്ടുള്ള നിശാചരിയായിട്ടുള്ള രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നും മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഒരു കഥയിൽ ഒരു സംസ്കാരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സന്ദർഭമാണ്. ചേട്ടത്തിയമ്മയെ എങ്ങനെ കാണണം, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ നമ്മൾ എങ്ങനെ കണക്കാക്കണം എന്ന് ഒരു ജനതതിയെ, ഒരു മഹാസമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു കവി പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സാംസ്കാരിക നായകൻ ആയി മാറുന്നത്. അതുകൊണ്ടാണ് രാമായണത്തെ നമ്മളൊരു വിശിഷ്ട ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ കൃതി എന്ന് നമ്മൾ കരുതുന്നത്. നമ്മുടെ ഈ അഭിമാനബോധം പൂർണ്ണമാകണമെങ്കിൽ അതിൽ ആ കവികൾ നിബന്ധിച്ചിട്ടുള്ള, ആ കവികൾ ഉള്ളടക്കിയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ പൊരുളിനെ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അതിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ഒരു പുസ്തകമായിട്ട് അത് മാറുമ്പോൾ ആ പുസ്തകത്തെ മാത്രമല്ല അത് എഴുതിയ കവിയെയും നമ്മൾ അപമാനിക്കുകയാണ്, അവഹേളിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഏത് കൃതിയും, അത്തരം സംസ്കാരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് കൃതിയും മഹത്തായ കൃതിയായി മാറുന്നു. അങ്ങനെ എഴുതപ്പെടുന്ന ഏത് പുസ്തകവും വേദപുസ്തകമായി മാറുന്നു. അത്തരം കൃതികൾ എഴുതുന്ന എഴുത്തുകാരൻ ബഹുമാന്യനായി മാറുന്നു, സാംസ്കാരിക നായകനായി മാറുന്നു. ഇതിന് വിരുദ്ധമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ തെഴുത്തു വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ മഹത്തായ ആശയങ്ങളെ, ധാർമ്മികതയെ മാത്രം സൃഷ്ടിക്കുന്ന എഴുത്തുകാരനെ, കലാകാരനെ മാത്രമേ നമ്മൾ വന്ദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത മഹത്തായ കൃതികൾ ലോകത്തുണ്ടല്ലോ, 1000 ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വാക്ക് എന്ന് പറയുന്ന ഒരാശയം, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിർവചനം തന്നെ നമ്മുടെ ഉള്ളിലുള്ള, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ കൃത്യമായി അപരനെ ധരിപ്പിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഭാഷ എന്നാണ്. ഉള്ളിലുള്ള ആശയങ്ങളെ അപരനെ ബോധിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ പ്രയോഗിക്കുന്നൊരു ഉപാധിയാണ് ഭാഷ എന്നാണ്. ഇത് ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിർവചനമാണ്. എന്നാൽ ഈ ഭാഷയാണോ നമ്മൾ സാഹിത്യത്തിൽ പ്രയോഗിക്കുന്നത്? ഉള്ളിലുള്ള ആശയങ്ങളെ അതേപോലെ പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല, ഉള്ളില്ലാത്ത ആശയങ്ങളെപ്പോലും മനോഹരമായി പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് സർഗവിദ്യ, വിദ്യ അല്ലെങ്കിൽ കഥ, കവിത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് കൂടുതൽ ചർച്ച സത്യത്തോടല്ല, നുണയോടാണ്. കല്ലുവച്ച നുണയോടാണ്. കല്ലുവച്ച നുണ എന്ന് പറയുമ്പോൾ രത്നക്കല്ല് പിടിപ്പിച്ച നുണ എന്ന് തന്നെയാണ് അർത്ഥം. കല്ലുവച്ച മോതിരം, കല്ലുവച്ച മൂക്കുത്തി എന്ന് പറയുന്നത് പോലെയാണ് ഈ കല്ലുവച്ച നുണ സാഹിത്യമാകുന്നത്. ഈ കല്ല് അഹല്യയിലെ ഇത്രയധികം കല്ല് ശില്പങ്ങളിൽ കാണുന്ന കല്ലല്ല, അത് തേച്ച് മിനുക്കിയെടുത്ത, സ്ഫുടം ചെയ്തെടുത്ത, കാലാന്തരങ്ങളിലേക്ക് നിലനിൽക്കുന്ന, കാലം മാറും തോറും മൂല്യം വർദ്ധിക്കുന്ന ഒരു കല്ലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കല്ലുകളും ശില്പങ്ങളാകുന്നില്ല, എല്ലാ വാക്കുകളും സാഹിത്യമാകുന്നില്ല. വാക്കിനെ, അതിൻ്റെ പൊരുളിനെ കാലാന്തരങ്ങളിലേക്ക് എക്കാലത്തേക്കുമായി വാക്കിൽ നിബന്ധിക്കുന്നവനാണ്, വച്ച് കെട്ടുന്നവനാണ്, കല്ല് വെച്ച നുണയെ സൃഷ്ടിക്കുന്ന മഹാനെയാണ് നമ്മൾ യഥാർത്ഥ സാഹിത്യകാരനെന്നും
യഥാർത്ഥ സാംസ്കാരിക നായകൻ എന്നും വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹിത്യകൃതികളിൽ എത്ര സാഹിത്യകൃതികൾ വായിച്ച് മടക്കുന്നതോടെ മറന്നു പോകുന്ന കൃതികൾക്കപ്പുറം വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് വായിക്കണമെന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ സ്നേഹിതനോടോ സ്നേഹിതയോടോ ആ പുസ്തകം ഒന്ന് വായിക്കണേ എന്ന് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഗ്രന്ഥശാലയിൽ, വീട്ടിലെ ഗ്രന്ഥശാലയിൽ എക്കാലത്തേക്കുമായി നിങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതായുണ്ട്. വലിയ മഹോത്സവങ്ങൾ നടക്കുന്നു, എത്രയോ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോകുന്നു. എൻ്റെ മനുഷ്യനാമം 1,00,000-ലധികം കോപ്പികൾ വിറ്റുപോയി എന്നറിയുമ്പോൾ എനിക്ക് ലജ്ജയാണ്. സമുദ്രശില കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ 40,000 കോപ്പികൾ വിറ്റു എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ്. ഇത് ആരാണ് വാങ്ങിയത്, ആരാണ് വായിച്ചത്, അതിൻ്റെ ഉള്ളിലെ പ്രകാശത്തെ എത്ര പേർ എவ்விധം ഉൾക്കൊണ്ടു എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു ഇണ്ടൽ, ഒരു ആധി എന്നെ പിടികൂടാറുണ്ട്. ഇത് വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ഈ ഇണ്ടലും ഈ ആധിയും ഒരു വഞ്ചി ഉണ്ടാക്കുന്നവനേക്കാൾ മികച്ചവനാണ് ഒരു എഴുത്തുകാരനെങ്കിൽ ആ വഞ്ചി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഉപകാരം, ഒരു പ്രയോജനം, അതിൻ്റെ എത്രയെങ്കിലും ഇരട്ടി പ്രയോജനവും ഉപകാരവും ഒരു കഥ കൊണ്ടോ ഒരു കവിത കൊണ്ടോ ഒരു നോവൽ കൊണ്ടോ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമേ അദ്ദേഹം അല്ലെങ്കിൽ അവർ ബഹുമാന്യതരാവാൻ പറ്റുകയുള്ളൂ. എഴുത്തുകാരനായി അടുത്ത കാലത്ത് സിനിമകളിൽ തമാശ രംഗങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അത്തരം ചില രംഗങ്ങൾ ഞാൻ കണ്ടു. ഒരു പണിയും ചെയ്യാത്ത ഒരാൾ പോലീസുകാരുടെ പിടിയിൽ വരുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ, ഞാൻ കവിയാണ് എന്ന് പറയുമ്പോൾ കൂട്ടച്ചിരി തിയേറ്ററിലുണ്ടാകും. ആ നടൻ്റെ പേര് ഞാൻ മറന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടാവും, ഏതൊരു പുതിയ പടത്തിലാണ്. പരിഹാസ്യനായ ഒരാളായിട്ട് അവതരിപ്പിക്കുന്ന എഴുത്തുകാരനെ ഞാനൊരു കവിയാണ് സാർ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ മലയാളികൾ കൂട്ടച്ചിരിയാണ്, കവി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സുഹൃത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു സീരിയൽ സെറ്റിൽ അഭിനയത്തിൻ്റെ വേളയിലിരിക്കുമ്പോൾ പുതിയ ഒരു സുന്ദരിയായ നായിക അവിടെ നിന്ന് അദ്ദേഹം മാറിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, സാറ് എഴുത്തുകാരനാണ് എന്ന് ഇവരൊക്കെ പറയുന്നു, സാറ് ഈ സീരിയലിൻ്റെ കഥ സാറാണോ എഴുതിയത്? അയാൾ പറഞ്ഞു, അല്ല, ഞാൻ സീരിയലിന് കഥ എഴുതിയിട്ടില്ല. പിന്നെ സാറ് എന്താണ്, സിനിമയ്ക്ക് എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സിനിമയ്ക്ക് അങ്ങനെ എഴുതിയിട്ടില്ല. സാറ് പിന്നെ എന്താണ് എഴുതുന്നത്, നോവലാണോ കഥയാണോ? സാറ് വലിയ എഴുത്തുകാരനാണെന്ന് അവിടെ എല്ലാവരും പറയുന്നു, സാർ എന്താണ് എഴുതുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് കവിതകളൊക്കെ മുമ്പ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുന്ദരി ബാലചന്ദ്രൻ്റെ ചുമലിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നു, കവി കണ്ടേച്ചാലും മതി എന്ന് പറയുന്നു. അദ്ദേഹം വേദനയോടെ പറയുകയാണ്, കണ്ടേച്ചാലും മതി ഒരു കവി, കാരണം മേക്കപ്പ് കിട്ടിയിരിക്കുകയാണ്, വേഷം കെട്ടി അഭിനയിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കവിത്വം എന്ന് പറയുന്നത് അപഹസിക്കപ്പെടേണ്ടുന്ന അപഹാസ്യമായിട്ടുള്ള എന്തോ ഒന്ന് ആണ് എന്ന ഒരു തോന്നൽ, ഒരു പൊതുബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. മലയാളത്തിൽ അക്ഷരങ്ങളെ പറ്റി ഒക്കെയുള്ള ഈ ഇൻസ്റ്റാഗ്രാമിലെ ചില തമാശകൾ വളരെ വേഗം പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇറ് എന്നുള്ള അക്ഷരത്തെ പരിഹസിച്ചുകൊണ്ടൊരു പെണ്ണിരുന്ന് പറയുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഈ തമാശ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. സ്വന്തം ഭാഷയെ പരിഹസിക്കുന്ന ലോകത്തിലെ മിക്കവാറും ഒരേ ഒരു ജനതയായിരിക്കും മലയാളി എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. മലയാളികളെ പുച്ഛിച്ചുള്ള ഇത്, മലയാളി രാവിലെ പേസ്റ്റ് ഞെക്കി ഉപയോഗിക്കുന്നത് കണ്ടാൽ അറിയാം മലയാളിയാണെന്നറിയാം. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സ്വത്വത്തെ തന്നെ പരിഹസിക്കുന്ന കമൻറ്റുകൾ ഉണ്ടാക്കുന്ന, നമ്മൾ മലയാളി അല്ലാത്തതുപോലെ പെരുമാറുന്ന ഒരേ ഒരു ജനത മലയാളിയാണ്. ഒരു മന്ത്രി, ഒരു വനിതാ മന്ത്രി അവരുടെ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഇംഗ്ലീഷ് വാചകത്തിൽ തെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസ്ബുക്കുകളിൽ വന്ന കമൻറ്റുകൾ അജയൻ ചേട്ടനൊക്കെ ഓർമ്മയുണ്ടാവും. ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ അവർക്ക് തെറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞാണ് കമൻറ്റ്. പക്ഷേ അവൻ എഴുതിയിട്ടുള്ള 10 വാചകം മലയാളത്തിൽ 26 തെറ്റാണ്. 10 വാചകങ്ങൾ ഈ മന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഈ എഴുതുന്ന വാചകങ്ങളിൽ ഒരു 26 തെറ്റുണ്ട്. മലയാളം പോലും, സ്വന്തം മാതൃഭാഷ പോലും 10 വാചകം തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത ഒരുത്തനാണ് ഒരു അന്യഭാഷ, നമ്മുടെ അതീശ നായകന്മാർ നമ്മുടെ മെയിലിൽ ചവിട്ടി നിന്നുകൊണ്ട് അലറിയിരുന്ന ഒരു ഭാഷയിൽ ഒരു പാവം മലയാളിക്ക് വരുന്ന
സാന്ദർഭികമായി വരുന്ന തെറ്റിനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ വലിയ കേമത്തായിട്ട് പറയുന്നൊരു കാര്യമാണ്. മലയാളി നമുക്കൊരു മല്ലു ഒക്കെ നമുക്ക് പരിഹാസമായിട്ടുള്ള കാര്യം. നമ്മൾ മലയാളി അല്ല എന്നുള്ളത് പോലെയാണ് നമ്മൾ മറ്റാരോണ് ഞാൻ, ഇതൊരു പരിഹസിക്കപ്പെടുന്ന സമൂഹമാണ് എന്ന് പറയുന്ന ഈ മനോഭാവം, ഭാഷയായിട്ടുള്ള ഈ മനോഭാവം, കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്ക് വേണ്ടി മലയാളം പഠിക്കാതെ മറ്റ് രാജ്യങ്ങൾക്ക് കുടിയേറുവാനുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മളെ പ്രളയമായിട്ടും സുനാമിയായിട്ടും ഉരുൾപൊട്ടലായിട്ടും വന്ന് തിന്നുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ സാംസ്കാരിക വർണ്ണം പൂർണ്ണമായി. ഇത് രണ്ടും വ്യത്യസ്തമായ സംഗതികളല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യം നമ്മുടെ ഭാഷയോടുള്ള ബഹുമാനം, നമ്മുടെ ഭാഷ നമ്മുടെ അമ്മ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്, വിവേകം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജനതയ്ക്ക് ഇത്തരം ഇതര സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയില്ല എന്നാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു തിരിച്ചറിവ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രഭാഷണം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഏതാനും അടിസ്ഥാനപരമായിട്ടുള്ള, പ്രത്യേകിച്ചും കൂടുതൽ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്, എൻ്റെ മക്കളേക്കാൾ ചെറിയ മക്കളെ കുറേ കാണുന്നത് കൊണ്ട് ആണ് ഇത്തരമൊരു സംഭാഷണത്തിൽ തുടങ്ങിയത്. നിങ്ങൾ ഭാവിയിൽ വായിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ മാനിക്കത്തക്കതായി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ പറഞ്ഞ സംഭാഷണത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ട് എന്ന് ഞാൻ സ്വയം കരുതും. ഇനി മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് ചോദ്യ ഉത്തരമായിട്ട് പറയാം. എന്നെ ക്ലേശിപ്പിക്കാത്ത ചോദ്യങ്ങളാണെങ്കിൽ, എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറയുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അപേക്ഷിക്കുന്നു. ഇവനെ ഇവിടെ നിന്ന് കുഴക്കിച്ച് വിടുകയുള്ളൂ എന്നുള്ള മറ്റുള്ള ചോദ്യങ്ങൾ ദയവായി ഉപേക്ഷിക്കുക. മകരമാസത്തിലെ മടിയിലെത്തി ആ പ്രാസത്തോടെയാണ് ഞാൻ ഇന്ന് പ്രസവിച്ചത്. അമ്മയുടെ വാക്ക് നന്നായി വായിക്കണം, നന്നായി വായിച്ചാലേ നല്ലൊരു ജോബ് കിട്ടുകയുള്ളൂ എന്നുള്ള അച്ഛൻ്റെ ഉപദേശം. 4 വയസ്സിൽ വാശി പിടിച്ചു മരിച്ച സുഭാഷ് ചന്ദ്രൻ എന്ന പേര്, അതിനേക്കാളുപരി മരിച്ചാലും നിങ്ങളിലൂടെ എനിക്ക് ജീവിക്കണം എന്ന എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു വലിയ സാഹിത്യകാരൻ എത്തി നിൽക്കുമ്പോൾ ഇതിലേത് ഘടകമാണ് സാറിന് ഇപ്പോഴും ഒരു നല്ല സാഹിത്യകാരൻ എന്ന നിലയിലും ഒരു നല്ല ഔദ്യോഗിക വൃത്തിയിൽ തുടരുന്ന രീതിയിലും സാറിന് പ്രചോദനം ഏറ്റവും കൂടുതൽ നിൽക്കുന്നു? നന്ദി. ഞാൻ ആദ്യം സ്വയം ഒരു നല്ല സാഹിത്യകാരനായിട്ട് വിശ്വസിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. 2, ഞാൻ ചെയ്യുന്ന ഉദ്യോഗം മഹത്തായ ഒരു ഉദ്യോഗമാണ് എന്നും ഞാൻ കരുതുന്നില്ല. ഒരു STD ബൂത്തിലിരിക്കുന്ന ഒരാളേക്കാൾ ഉന്നതമായ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. 2 പേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് പൈസ മേടിച്ച് ബൂത്തിലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട വികലാംഗനെ പോലെയാണ് ഞാൻ ആ കസേരയിലിരിക്കുന്നത്. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നിർബാധം നടക്കുന്നു. അതിനിടയിലിരുന്ന് കൃത്യമായ നമ്പറുകൾ കുത്തിക്കൊടുക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് എൻ്റെ ജോലിയിൽ ഞാൻ. എഴുത്തിലാകട്ടെ എൻ്റെ മനസ്സിൽ ഉരുവം കൊണ്ടിട്ടുള്ള ആശയങ്ങളെ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ ആവിഷ്കരിക്കുവാൻ വിധത്തിൽ ഒരു വലിയ ആകാൻ സാധിച്ചു എന്ന് ഞാൻ ഇതുവരെ വിചാരിക്കുന്നില്ല. അങ്ങനെ സാധിക്കുന്ന രചനകൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും കാലത്തിന് സമർപ്പിച്ചിട്ട്, എൻ്റെ ജീവിതം തന്നെ അതിന് സമർപ്പിച്ചിട്ട് ക്ലേശഭരിതമായിട്ട് ജീവിതം തള്ളി നീക്കുകയും ചെയ്യുകയാണ്. എൻ്റെ അനുജൻ ചോദിച്ച ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മഹത്വാകാംക്ഷയെ സംബന്ധിക്കുന്നതാണ്. കുട്ടിക്കാലം മുതലേ എൻ്റെ അച്ഛൻ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെങ്കിലും ഞങ്ങളുടെ കാലത്തെ വീട്ടു ചുമരുകളിൽ മഹാന്മാരുടെ ചിത്രങ്ങൾ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്, ചില്ലിട്ട് തൂക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പഴയ വീടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കിടെക്റ്റുകൾ വീട് പണിയുമ്പോൾ പൂമുഖത്ത് ചിത്രങ്ങൾ സൂക്ഷിക്കാൻ സമ്മതിക്കുകയില്ല. അത് ഔട്ട് ഓഫ് ഫാഷനാണെന്ന് പറയും. ചിലന്തിയെ തല്ലിക്കൊന്ന പാട് ചിലപ്പോൾ ചുമരിലുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുത്തച്ഛൻ്റെയോ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളുടെ ചിത്രം അവിടെ തൂക്കാൻ അവർ സമ്മതിക്കുകയില്ല. കൽക്കത്തയിൽ ചെന്നാൽ മിക്കവാറും വീടുകളിൽ ടാഗോറിൻ്റെ ഒരു ചിത്രം, വിവേകാനന്ദൻ്റെ ഒരു ചിത്രം കാണാം. പക്ഷേ കേരളത്തിലെ ഒരു ചുമരിലും നമ്മുടെ നാട് ലോകത്തിന് നൽകിയ എക്കാലത്തെ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം കാണുകയില്ല. അതൊരു ഈഴവ കുടുംബം അല്ലെങ്കിൽ, കാരണം അത് ഏതോ ഒന്നിൻ്റെ മാത്രമാണ് എന്ന് നമ്മളതിനെ ചെറുതാക്കി അപഹസിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബഹുമാന്യതര വള്ളത്തോൾ നാരായണമേനൊരു ചിത്രം കേരളത്തിലെ എല്ലാ വീടുകളിലും വയ്ക്കാവുന്നതാണ്. കുമാരനാശാൻ്റെ ഒരു ചിത്രം ഒരു എഴുത്തുമുറിയിലെങ്കിലും എല്ലാവർക്കും വയ്ക്കാവുന്നതാണ്. നമ്മളങ്ങനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. എൻ്റെ ഭൂതകാലത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്ന്, വെറും 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ ലോകത്തിലെ എഴുത്തുകാരെയും മഹാന്മാരെയും മാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രമാണ് അതിനകത്ത് ഏറ്റവും കേമമായിട്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് തോന്നിയിരുന്നത്. സുരേഷ് കുമാർ എന്ന് വീട്ടിൽ പേരിട്ടിട്ട് സ്കൂളിൽ കൊണ്ടുപോയി സുരേഷ് കുമാർ എന്ന് ചേർത്തപ്പോൾ
ആ പേര് പൊട്ടപ്പേരാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ട് സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ പേര് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയിക്കോളും, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ തൽക്കാലം വിടാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചന്ദനപിള്ള സാർ എനിക്ക് ഇട്ടു തന്ന പേരാണ് ഈ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര്. അത് മഹത്വകാംക്ഷയുടേതായിട്ടുള്ള അറിവില്ലായ്മയിൽ നിന്ന് ഉദിച്ച മഹത്വം. ഇത് ഇത്രയും ഭീകരമാണ് മഹത്വം എന്ന് എനിക്കറിയില്ലായിരുന്നു. ചിത്രമായി പടമായിട്ട് ചുമരിൽ തൂങ്ങിയാണ് മഹത്വത്തിൻ്റെ ഏകലക്ഷണം എന്ന് മാത്രം അറിഞ്ഞിരുന്നൊരു കുട്ടി വാശി പിടിച്ച് കരഞ്ഞിട്ടിട്ട പേരാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ, അച്ഛനിൽ നിന്ന് കിട്ടിയ ആ മഹത്വകാംക്ഷയും അമ്മയിൽ നിന്ന് കിട്ടിയ ഈ പദങ്ങളുമായി രമിക്കുവാനുള്ള ഒരു സഹജമായ സിദ്ധിയും ആണ് എന്നെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അമ്മ, ഞാൻ മകരമാസത്തിലെ മകീരത്തിലാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ എനിക്ക് ആദ്യകാലത്ത് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അമ്മ എൻ്റെ കൂടപ്പിറപ്പുള്ള എൻ്റെ പെങ്ങന്മാരോട് പറയുന്നൊരു വാചകമാണത്. അവനെങ്ങനെ എഴുത്തുകാരനാകാതിരിക്കും, മകരത്തിലെ മകീരത്തിൽ ഞാൻ അവനെ പ്രാസം ഒപ്പിച്ച് പ്രസവിച്ചതല്ലേ എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് പറയുന്നതാണ്, ഒരു പണ്ഡിതയുടെ പ്രകടനമല്ല അത്. അത് വാക്ക് മനസ്സിൽ കാവ്യാത്മകമായിട്ട് ഉദിക്കുന്ന ചില മനസ്സുകളുണ്ട്, അവരാണ് കവികളായിട്ട് മാറുന്നത്. എൻ്റെ അമ്മ നിർഭാഗ്യവശാൽ കവിയായി മാറിയില്ല എന്ന് ഞാൻ കരുതുന്നു. അമ്മയ്ക്ക് ആകാതെ പോയ ഒരു കവിത്വമോ ഒരു സർഗാത്മകതയോ ആണ് എൻ്റേത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മമാരെ പറ്റി പറയൂ എന്നുള്ള നേരത്തെ കാണിച്ച ഈ വാചകം, അത് നമ്മൾ അവഗണിക്കുന്ന നമ്മുടെ വീട്ടിലെ വൃദ്ധസാധനങ്ങൾ ഉണ്ടാകുന്ന അമ്മമാരെക്കുറിച്ച് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ, നദികളെ, വൃക്ഷങ്ങളെ എല്ലാം മാതൃസ്വരൂപങ്ങളായി മാത്രം പരിഗണിച്ചിരുന്ന, മാനിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമുദ്രശില എന്ന് പറയുന്ന നോവലിൽ പ്രധാന നായികയ്ക്ക് അംബ എന്ന് പേരിട്ട്. അംബ എന്ന വാക്കിനർത്ഥം അമ്മ എന്നാണ് നിങ്ങൾക്കറിയാം. നമ്മൾ ഭാരതാംബ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ആണ് ശബ്ദം ശ്രദ്ധിക്കുന്നത്. മഹാഭാരതത്തിലെ അംബ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പുനരവതാരം പോലെ ഒന്നിനെ സൃഷ്ടിച്ചുകൊണ്ട് ഈ മാതൃസ്വരൂപങ്ങളോട് മലയാളി കാണിക്കുന്ന ഈ അധിക്ഷേപാർഹമായിട്ടുള്ള മനോഭാവത്തെ അവതരിപ്പിക്കാനാണ് ആ നോവൽ എഴുതിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടുക്കള ചവിട്ടിയെപ്പോലെ നിങ്ങൾ അവഗണിക്കുന്ന അമ്മമാരെ പറ്റി വീണ്ടും 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 എഴുതൂ എന്ന് പറയുന്നത്. ആ അമ്മമാർ നമ്മുടെ വീട്ടിലെ പാവം അമ്മ, പൊന്നമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ദാക്ഷായണി അമ്മയോ അല്ലെങ്കിൽ കൗസു ഉമ്മയോ അല്ല. ബഹുമാനിക്കേണ്ടുന്ന മാതൃസ്വരൂപിണികളായിട്ടുള്ള, സ്വരൂപങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അത് ഭൗതികമായിട്ടുള്ള കെട്ടിടങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അഗതികളായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അടുക്കള ചവിട്ടികളെ പോലെ, പഴയ അടുക്കള ചവിട്ടികളെ പോലെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അമ്മയോട് മാത്രമുള്ള ഒരു സ്നേഹമോ കടപ്പാടോ അല്ല. നമ്മുടെ ഭാഷയിലെ, മലയാളികളെന്ന് വിവക്ഷിക്കുന്ന നമ്മുടെ ഈ ജനപദത്തിലെ, വലിയ ഈ കൂട്ടായ്മയിലെ മലയാളി മാതൃസ്വരൂപങ്ങളോട് ചെയ്യുന്ന അത്യാപത്തിനെ പറ്റിയുള്ള ഒരു സങ്കല്പമാണ്. അതുകൊണ്ടാണ് 44 നദികൾ കരകവിഞ്ഞൊഴുകി മലയാളിക്ക് മേൽ കവച്ചിരുന്ന ഒരു സന്ദർഭത്തെ ഒരു കുടുംബബന്ധത്തിൽ അമ്മയും മകൻ്റെയും ഒരു സന്ദർഭത്തിലേക്ക് ആ നോവൽ ചെറുതാക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ നോവൽ സമുദ്രശില വന്നപ്പോൾ അതിനുള്ള വിമർശനങ്ങളിലൊന്ന് ആ രംഗം അതിഭയങ്കരമായി, അത് വേണ്ടിയിരുന്നില്ല, അത് അധിക്ഷേപം നിറഞ്ഞ ഒന്നാണ്. ഓട്ടിസ്റ്റിക്കായിട്ടുള്ള, ഡൗൺ സിൻഡ്രോം വിത്ത് ഓട്ടിസ്റ്റിക് ഡിസോർഡർ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ യൗവനപ്രാപ്തിയിൽ അമ്മ വിഷം കൊടുത്ത് കൊല്ലുന്ന സന്ദർഭത്തിൽ അവനെ രതിയുടെയും മൃതിയുടെയും പാഠങ്ങൾ അനുഭവിപ്പിച്ചിട്ട് കൊല്ലാൻ വിടുന്ന ആ സന്ദർഭം യഥാർത്ഥത്തിൽ മലയാളി ആയിട്ടുള്ള നമ്മൾ നമ്മുടെ മാതൃസ്വരൂപങ്ങളോട് കാണിക്കുന്ന, നേരത്തെ പറഞ്ഞ പ്രകൃതി, പുഴ, മണ്ണ്, ഭാഷ, സംസ്കാരം തുടങ്ങിയ മാതൃസ്വരൂപങ്ങളോട് കാണിക്കുന്ന നിരന്തരമായ അധിക്ഷേപത്തിന് ആ മാതൃസ്വരൂപങ്ങൾ നമ്മൾ തിരിച്ച് സുഖിപ്പിച്ച് കൊല്ലുന്ന, ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സുഖത്തിൽ സുഖിപ്പിച്ച് കൊല്ലുന്ന ഈ പ്രളയമടക്കമുള്ള കാര്യങ്ങളെ ധ്വനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രതിയും മൃതിയും അനുഭവിപ്പിച്ച് കൊല്ലുന്ന അപ്പുവിനെ കൊല്ലുന്ന അമ്പയായിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു. എൻ്റെ പേര് അലീഷ എന്ന് പറയും, കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പം സമുദ്രശിലയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിഹാസത്തിൽ അമ്പ ഗംഗാദേവി ശപിച്ചിട്ട് അവസാനം പകുതി പുഴയായിട്ട്, മഴക്കാലത്ത് മാത്രം നിറഞ്ഞു കഴിഞ്ഞൊഴുകുന്ന ഒരു പുഴയായിട്ട് അങ്ങനെ മാറുകയാണ്. അതേപോലെ കോഴിക്കോടുള്ള ഭൂമി എന്ന് പറഞ്ഞൊരു വീട്ടിലിരുന്നുകൊണ്ട് സാർ ആ നോവൽ കംപ്ലീറ്റ് ആക്കുന്നത് ഇതേപോലെ 3 മാസത്തിൽ, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ 3 മാസത്തിലാണ്. അവസാനം 2018 ആ ഒരു കേരളത്തിൽ ആ ഒരു പ്രളയം വന്ന് ഇതുപോലെ കവച്ച് വന്ന ഒരു സമയത്ത് അവസാനം ഈ നോവലിൻ്റെ അവസാനം ഒരു പ്രളയമായിട്ട് അമ്പ അവസാനിക്കുകയാണ്. അതിലൊരു
ഞാൻ പുരുഷനാണെന്ന് ഉറപ്പുണ്ടോ? ഷർട്ട് മുണ്ടോ കൊടുത്തിട്ട് ഇങ്ങനെ ഘനഗംഭീരമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഇവൻ പുരുഷൻ തന്നെയായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? എഴുത്തുകാരനും കലാകാരനും ഒക്കെ ദൈവത്തെ പോലെ നപുംസകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആണും പെണ്ണും കെട്ടതല്ല, ആണും പെണ്ണും ആളുന്നത് എന്ന വ്യത്യാസം മാത്രം. നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കുറച്ച് വെളിച്ചങ്ങൾ വന്ന് നമ്മുടെ തലയ്ക്കകത്ത് ആൾപ്പാർപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ അവരെ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് ആണും പെണ്ണും കെട്ട എന്നൊരു വാചകത്തിലാണ് നമ്മളതിനെ പറഞ്ഞിരുന്നത്. കെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരു തിരി കെട്ടതുപോലെ, ജ്വാല കെട്ടതുപോലെ എന്തോ ആണ് ആണും പെണ്ണും കെട്ട. സത്യത്തിൽ അവർ ആണും പെണ്ണും ആളുന്ന ആളുകളാണല്ലോ, കെട്ടതല്ല, ആളുന്ന ആളുകളാണ്. സമുദ്രശീലയുടെ അധ്യായത്തിൻ്റെ പ്രോലോഗായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ശിഖണ്ഡി ആണും പെണ്ണും കെട്ടതല്ല, ആണും പെണ്ണും ആളുന്ന. കത്തിയാളലും പുകഞ്ഞുകടലും തീർച്ചയായും ഒന്നല്ല. എഴുത്തുകാരൻ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എഴുതുന്ന വേളകളിലെങ്കിലും ഈ ജെൻഡർ ബാധകമല്ലാത്തൊരു മനുഷ്യനാണ്. ഗാന്ധാരി വിലാപം വായിക്കുമ്പോൾ നമ്മൾ വിസ്മയിക്കുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഒരമ്മയുടെ മനസ്സ് ഈ മനുഷ്യൻ എഴുത്തച്ഛൻ പിടിച്ചെടുത്തത്? മഹാഭാരതത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ എഴുതുമ്പോൾ കല്ലുകൊണ്ടോ മനം താപകം ആകില കല്ലിനും ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ എന്ന് എഴുതുന്നു ഒരു മലയാള കവി. കൃഷ്ണനോട് പറയാം, ദൈവത്തോട് പറയാം, കല്ലുകൊണ്ടുള്ള ചില വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഒരമ്മ തൻ്റെ നൂറ്റവരും കൊല ചെയ്യപ്പെട്ടത് കണ്ടിട്ട് വിലപിക്കുന്നതിൽ എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുകയാണ് കല്ലുകൊണ്ടോ അതൊരു പെണ്ണിന് മാത്രം സാധിക്കുന്ന, ഒരു പുരുഷന് അങ്ങനെ എഴുതാൻ സാധിക്കില്ല. കാരണം ഈ നമ്മുടെ ശില്പങ്ങളെല്ലാം കുത്തിവെച്ചിട്ടുള്ളത് ആണുങ്ങളാണ്. ഇവിടെയുള്ള മിക്കവാറും വർമ്മ സാറ് പറഞ്ഞപ്പോൾ ഒരു 20% സ്ത്രീകൾ നമ്മുടെ ഇവിടുത്തെ ശില്പങ്ങൾ കുത്തിയിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്ത് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ, ദേവരൂപങ്ങൾ കൊത്തിയ ശില്പികൾ മുഴുവനും സംശയമൊന്നും വേണ്ട പുരുഷന്മാരാണ്. അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടാണ് ഒരു ദൈവത്തെ നോക്കിയിട്ട് ഒരു അമ്മ സ്ത്രീ മുഖത്ത് നോക്കി ചീത്ത പറയുകയാണ്, നിൻ്റെ മനസ്സ് കല്ലുകൊണ്ടോ, അങ്ങനെയെങ്കിൽ ആ കല്ലിനും ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ. ഒരു കല്ലിൻ്റെ പോലും ആർദ്രതയില്ല നിൻ്റെ മനസ്സിന് എന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു സ്ത്രീ വിളിച്ചു പറയുക. അതൊരു സ്ത്രീക്കും അതിൽ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും അത്രയും ധൈര്യത്തോടെ ദൈവത്തിനെ ചീത്ത പറയാൻ ഒരു സ്ത്രീക്ക് സാധിക്കുകയുള്ളൂ. കാരണം സ്ത്രീ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എഴുതുന്ന വേളയിൽ സമുദ്രശിലയിൽ ഷെറിൻ എന്നല്ലേ പേര് പറഞ്ഞ്, അലീഷ വായിച്ചിട്ടുണ്ടാവും. അമ്പയുടെ പ്രസവ സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഒരു 1.5 പേജ് മുഴുവനും അമ്പ പ്രസവിക്കുന്നതാണ്. അത് നമ്മൾ മറ്റ് നോവലുകളിൽ വായിച്ചിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസൂതിക ഗ്രന്ഥങ്ങളിൽ വായിക്കുന്ന പോലെ പ്രസവത്തിൻ്റെ വസ്തുസ്ഥിതി വിവരണമല്ല. ഒരു സ്ത്രീ എങ്ങനെയാണ് പ്രസവിക്കുന്നതെന്നാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് അലീഷയ്ക്ക് അറിയാമെങ്കിലും അത് അലീഷ ഭാവിയിൽ പ്രസവിക്കുമ്പോൾ അതിനുശേഷം ഒന്നുകൂടി വായിക്കുമ്പോൾ ഇതെങ്ങനെ ഇയാൾ മനസ്സിലാക്കിയെന്ന് ചിലപ്പോൾ വിസ്മയിച്ചേക്കാം. വെറുപ്പൊന്നും ഇല്ലാതെ വായിക്കുകയാണെങ്കിൽ, മുൻകൂട്ടി കരുതി വെച്ച വെറുപ്പൊന്നും ഇല്ലാതെ വായിക്കുകയാണെങ്കിൽ വിസ്മയിച്ചേക്കാം. ആണുങ്ങൾ പെറ്റിട്ടില്ലെങ്കിലും ആ സമയത്ത് ഞാൻ പ്രസവിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു കുഞ്ഞ് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നുള്ള ആ അനുഭവം, അതിൻ്റെ മുഴുവൻ വേദനയോടും കൂടി അറിഞ്ഞിട്ടാണ് അത് മനുഷ്യനാമുഖം എഴുതി തീർത്തപ്പോൾ അതിനുള്ള വിമർശനങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് അത് പുരുഷനൊരാമുഖമാണ് എന്നുള്ളതായിരുന്നു. മനുഷ്യനാമുഖം എന്നാണ് പേരെങ്കിലും അത് പുരുഷനൊരാമുഖം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, തനി ആണിൻ്റെ കണ്ണിലൂടെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നതെന്നായിരുന്നു. 100 വർഷത്തെ മലയാളിയുടെ ജീവിതം ഒരു പുരുഷൻ്റെ കണ്ണിലൂടെ ആവിഷ്കരിക്കുന്ന ഒന്നാണ് എന്നാണ് അതിനെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു വിമർശനം. നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ഒരുപാട് പ്രോത്സാഹനവും ബഹുമാനങ്ങളും മാത്രം കിട്ടി വളർന്ന ഒരാളല്ല. ഒരുപാട് ചീത്തയും തെറിയും കുലഭ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റ് വന്ന ഒരാളാണ്. മനുഷ്യനാമുഖത്തിൻ്റെ പ്രധാന വിമർശനം അതായിരുന്നു. അതൊരു ആണിൻ്റെ കണ്ണിലൂടെ ചരിത്രം എഴുതിയ പുസ്തകമാണെന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ എഴുത്തുകാരൻ ഒരു പ്രതികാര ബുദ്ധിയോടെ വിചാരിച്ചൊന്നാണ് എനിക്കൊരു സ്ത്രീയുടെ കണ്ണിലൂടെ സ്ത്രീയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന എന്തെങ്കിലും എഴുതി വയ്ക്കണം എന്നുള്ളത്. കാലം അനിശ്ചിതമായതുകൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് അതും കൂടി എഴുതി വയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സമുദ്രശില എഴുതിയത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ
നൃത്തം വാസ്തവത്തിൽ കണ്ടുപിടിച്ചത് ആണിനെ പെണ്ണിൻ്റെ ക്വാളിറ്റീസ് പഠിപ്പിക്കാനാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഭരതമുനിയാണ് നൃത്തത്തിന് അതിൻ്റെ നാട്യശാസ്ത്രത്തിൻ്റെ രീതികളുണ്ടാക്കിയത്. വെറും മൃഗമായിട്ട് അധപ്പതിച്ചു പോകുന്ന ഈ ആണെന്ന് പറയുന്ന ജന്തുവിനെ കുറച്ച് സ്ത്രൈണതയുടെ ക്വാളിറ്റികൾ പഠിപ്പിക്കുവാൻ, അവൻ്റെ മനസ്സിനെ കുറച്ച് ആർദ്രത ഉണ്ടാക്കുവാൻ, കലയടക്കമുള്ള സർഗാത്മകത ചേർന്നാൽ, അല്ലെങ്കിൽ സ്ത്രൈണം എന്ന് വിവക്ഷിക്കാവുന്ന കുറേ ക്വാളിറ്റീസ് അവനിൽ ചേർന്നാൽ പൂർണ്ണനായിട്ടും അവനൊരു നല്ല മനുഷ്യനാവുന്ന ഒരു സങ്കല്പം കൊണ്ടാണ് നൃത്തം ആരംഭിച്ചത്. അത് പുരുഷന് കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ. നമ്മളിപ്പോൾ നൃത്തം ചെയ്യുന്ന ആൺകുട്ടികളെ നമ്മൾ പരിഹസിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, അപഹസിക്കുന്ന മറ്റുള്ള നമ്മൾ പറയും. പൂർണ്ണനായിട്ടുള്ള മനുഷ്യൻ, ദൈവതുല്യരായിട്ടുള്ള മനുഷ്യരിൽ ഒരു സ്ത്രൈണത ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ താൻ ജീവാത്മാവും ഭഗവാൻ പരമാത്മാവുമാണ് എന്ന് സങ്കല്പിച്ച് ചേലയുടുത്ത് നൃത്തം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുല ചുരന്നിരുന്നു എന്ന് ജീവചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഒരു മുരടൻ ആണെന്ന് തോന്നുമെങ്കിലും ഈ ജീവാത്മാ പരമാത്മാ സംയോഗത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആനന്ദാനുഭൂതി അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുലകൾ ചുരന്നിരുന്നു എന്ന് പറയുന്നു. ബൈബിളിൽ ക്രിസ്തുവിൻ്റെ നെഞ്ചിനെ പറ്റി പറയുന്ന ഭാഗങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, അദ്ദേഹം ചേർത്ത് പിടിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ അപ്പോൺ ടു ഹിസ് ബ്രസ്റ്റ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മർദ്ദിതനെ, പീഡിതനെ, നിന്ദിതനെ, തെരുവ് വീശിയെ, അങ്ങനെയുള്ള മഗ്ദലന മറിയം അടക്കമുള്ളവരെ അദ്ദേഹം പുണരുമ്പോഴെല്ലാം, വിലാപ്പുറങ്ങൾ എന്നാണ് മലയാളത്തിൽ ബൈബിളിൽ അതിൻ്റെ വാക്ക്, വിലപിക്കാനുള്ള പുറം. പുരുഷനും സ്ത്രീ കൂടി നിൽക്കുമ്പോൾ അവളുടെ മുഖം ചേർത്ത് വയ്ക്കാൻ പാകത്തിന് ആണ് ഹൈറ്റ് പ്രകൃതി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വിലപിക്കാനുള്ള പുറമാണ്. അതായത് സ്ത്രീയുടെ വിലാപം ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ് പുരുഷൻ എന്നുള്ളതാണ്, അല്ലാണ്ട് വിലപിപ്പിക്കേണ്ടുന്ന ഒരാളല്ല അതിൻ്റെ സങ്കല്പം. അങ്ങനെ ക്രിസ്തു ആരെയൊക്കെയോ ചേർത്ത് പിടിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ ബ്രസ്റ്റിനോട് ചേർത്ത് പിടിച്ചു എന്നാണ്. അത് ആലോചനാമൃതമായിട്ടുള്ള കാവ്യാത്മകത എന്ന് പറഞ്ഞ സന്ദർഭമാണ്. ചെസ്റ്റല്ല, പുരുഷൻ്റെ നെഞ്ച് ചെസ്റ്റാണെന്ന് നമുക്കറിയാം, ഇംഗ്ലീഷിൻ്റെ സാമാന്യ ധാരണയുള്ളവർക്കറിയാം. സ്ത്രീയുടെ നെഞ്ചിനാണ് നമ്മൾ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഇത്തരം ആലിംഗന സന്ദർഭങ്ങളിലെല്ലാം തൻ്റെ ബ്രസ്റ്റിനോട് ചേർത്ത് പിടിച്ചു എന്നാണ് ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, പോളൊക്കെ പറയുന്നത്. അവിടെ ഒരു ധ്വനിയുള്ളത് പുരുഷനെ ദൈവികതയിലേക്ക് ഉയർത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം പുരുഷനിലെ ഒരു സ്ത്രൈണ ഭാവന, ഒരു സ്ത്രൈണ ചേതന പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കരയുന്ന പുരുഷൻ അപഹാസ്യനായിട്ടുള്ള രംഗമല്ല. കണ്ണീരണിയുന്ന പുരുഷൻ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ഒരു പുരുഷനാണ്. എന്തുകൊണ്ടോ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്ന സന്ദർഭമുണ്ട് പഴയ സതീർത്ഥനെ കാണുമ്പോൾ, അല്ലേ, കുചേലനെ കാണുമ്പോൾ. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്ന് കരഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കരച്ചിലിന് അങ്ങനെ അധികമായിട്ടുള്ളൊരു മാനമുണ്ട്. കണ്ണീരണിയുവാൻ സാധിക്കുന്ന പുരുഷൻ. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഏത് എന്ന് മനുഷ്യനാമത്തിൽ ജിതേന്ദ്രനോട് അവൻ്റെ കാമുകി, ക്രിസ്ത്യാനിയായിട്ടുള്ള കാമുകി ചോദിക്കുന്നുണ്ട്, ആൻമേരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിതേന്ദ്രൻ അറിയില്ല, അവൻ കുറച്ച് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആൻമേരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 2 വിരാമചിഹ്നങ്ങൾക്കിടയിൽ ഉള്ള ഏറ്റവും ചെറിയ വാക്യം എന്ന് വെച്ചാൽ ഒന്നിലേറെ വാക്കുകൾ ചേർന്നാണ് ഒരു വാക്യം പൂർണ്ണ അർത്ഥമുള്ള. ഏതാണെന്ന് ചോദിക്കുമ്പോൾ ജീസസ് വെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രിസ്തു കർത്താവ് തേങ്ങി എന്നുള്ളതാണ് 2 വിരാമചിഹ്നങ്ങൾക്കിടയിലുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാചകം. സത്യത്തിൽ ബൈബിളിലെ ഏറ്റവും വലിയ വാചകം ആണ് അത്. പരമശക്തനായിട്ടുള്ള കർത്താവ് തേങ്ങി, ഏലി ഏലി ലമാ സബക്താനി, ദൈവമേ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് തേങ്ങി എന്നുള്ള ആ കൊച്ചു വാചകം, കർത്താവ് തേങ്ങി എന്നുള്ള വാക്കാണ് ബൈബിളിലെ ഒരേ സമയം ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും വലുതുമായിട്ടുള്ള വാചകം. അവിടെ കരയുന്ന യേശു അപഹാസ്യനായിട്ടുള്ള കാഴ്ചയല്ല. കരയാൻ അറിയാവുന്ന പുരുഷൻ
ഒരുപക്ഷെ ദൈവത്തെ പോലെ, ഒരു യഥാർത്ഥ എഴുത്തുകാരനെ പോലെ, ഒരു വലിയ കലാകാരനെ പോലെ ക്വാളിറ്റിയുള്ള ഒരു കാഴ്ചയാണ്. സുഖം വരുന്നു. ഇങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാത്തതിലുള്ള വിഷമമുണ്ട്. ഇടയ്ക്ക് അങ്ങനെ കിട്ടുള്ളൂ. വാട്സപ്പ് കിംവദന്തി എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ കിംവദന്തി എന്ന ഘടികാരങ്ങൾ നിൽക്കുന്ന സമയമാണെങ്കിലും തൽപ്പാണെങ്കിലും ഇപ്പോൾ അവസാനം എഴുതിയ ജന്മാണെങ്കിലും ഇതൊക്കെ ന്യൂസ് എന്നാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം മനസ്സിനെ വളരെ അസ്വസ്ഥാക്കുന്ന ഒന്നാണ്. ഒന്ന് കൽക്കത്ത എന്നുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തൽപ്പം ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. പിന്നെ അതുപോലെ ജന്മം, ജസ്ന എന്ന കുട്ടിയുടെ തിരോധനമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിംവദന്തികൾ എന്നല്ല, ന്യൂസിൽ നിന്ന് വന്ന കഥകൾ, കൂടുതൽ കഥകളും ശരിയായ ജീവിതത്തിൽ നിന്ന് കണ്ടെടുത്തതാണോ എന്നുള്ളതൊന്ന്. രണ്ട്, ബൈബിൾ, ഖുർആൻ, രാമായണം, ഇതിനെ മൂന്നിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഞാൻ കാണുന്ന ഒരു ക്ലാസിക് പോലുള്ളൊരു പുസ്തകമാണ് മനുഷ്യനാമുഖം. വായനക്കാരനും കൂടി ആ പുസ്തകത്തിൽ പങ്കാളിയാണ്. ഞാനും ആ പുസ്തകത്തിലുണ്ട്. എനിക്ക് തോന്നിച്ചൊരു പുസ്തകമാണ്. ഒരു ക്ലാസിക്കാണ് മനുഷ്യരുടെ ആമുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രാമായണം പോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. ഒന്ന് വാട്സപ്പ് കിംവദന്തി, ന്യൂസുകളിൽ നിന്നാണ് കഥകൾ ശരിക്കും ഇന്നും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കൽക്കത്തയിൽ നിന്നും പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആശുപത്രിയുടെ പശ്ചാത്തലം എഴുതപ്പെട്ട ആ സ്ട്രക്ചർ ശരിക്കും മനസ്സിനെ വല്ലാതെ നോവിക്കണമെന്നാണ്. അതുപോലെ തന്നെ സ്വാധീനിച്ച പുസ്തകം അറിഞ്ഞാൽ ഏതാണെന്നറിയാൻ താല്പര്യമുണ്ട്. കുറേ കാലം കൂടി കണ്ടതിലുള്ള സന്തോഷം. എന്നെ എഴുത്തുകാരനാക്കിയ പുസ്തകം ബ്രദേഴ്സ് കാരമസോവാണ്. ഒരു റംസാനോ ബക്രീദിനോ എൻ്റെ സുഹൃത്ത് അനൂർ ഹുസൈൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും, സ്കൂളിലെ രചനാ മത്സരങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്ക് കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ ഭയമായിരുന്നു. അത് വലിയ എന്തോ പദവിയാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ പാട്ടുപാടാനാണ് മത്സരിച്ചത്. ലളിതഗാനത്തിനായിരുന്നു എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ സ്ഥിരമായിട്ട്. പിന്നെ ചിത്രരചനയ്ക്ക് പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ കിട്ടുമായിരുന്നു. എഴുത്ത് എനിക്ക് ഭയമായിരുന്നു. അതെന്തോ മഹാനായിട്ടുള്ള, എന്തോ അതീതരായിട്ടുള്ള മനുഷ്യർ മാത്രം ചെയ്യുന്ന പ്രവാചക തുല്യമായിട്ടുള്ളൊരു സൽക്കർമ്മമായിട്ടാണ് ഞാൻ കരുതിയത്, പേടിച്ചുകൊണ്ട്. പക്ഷേ മീദീനിക്ക എന്ന് ഞാൻ വിളിച്ചിരുന്ന മീദീൻ കുഞ്ഞെന്ന് പറയുന്ന അനൂർ ഹുസൈൻ്റെ ഉപ്പ, അദ്ദേഹം ആലുവ UC കോളേജിലെ ഫസ്റ്റ് BSc ഫിസിക്സ് ബാച്ചിലെ ജേതാവാണ്. ഡിഗ്രിയിൽ നല്ല വായനയുള്ള, സ്വന്തമായിട്ടുള്ള ലൈബ്രറിയുള്ള ആളാണ് അദ്ദേഹം. ഇവനിങ്ങനെ കുറച്ച് കലാപരമായ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അന്നൂർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പോരുമ്പോൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് ബ്രദേഴ്സ് കാരമസോവിൻ്റെ 2 വോളിയം ഇംഗ്ലീഷ് വിവർത്തനം. അന്ന് ഇംഗ്ലീഷ് ഈ പറഞ്ഞ പോലെ എഴുത്തുകാരെന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന പോലത്തെ മറ്റൊരു പേടിയാണ് ഇംഗ്ലീഷ്. ഈ സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിച്ച ഒരു പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഇംഗ്ലീഷ് നോവലൊന്നും വായിക്കുന്ന അന്ന് 15 വയസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എനിക്ക് വായിക്കാൻ കിട്ടിയ ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകം, അതർ ദാൻ ഈ സിലബസിലെ പുസ്തകങ്ങൾ അല്ലാതെ എനിക്ക് കിട്ടിയ ആദ്യത്തെ പുസ്തകം ബ്രദേഴ്സ് കാരമസോവാണ്. ഫൈദർ ദസ്തയേവ്സ്കിയുടെ. അന്ന് വീട്ടിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇല്ല. ആ വർഷം എനിക്ക് കിട്ടിയ വിഷുക്കൈ നീട്ടം 20 രൂപ കൂട്ടി വെച്ചിട്ട് ഒരു ലോട്ടസിൻ്റെ ചെറിയൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ രാത്രികളിലും ഈ 2 പേജായിട്ട് അർത്ഥങ്ങൾ എഴുതി വായിച്ച ആദ്യത്തെ ഒരു ഗംഭീരനാണ്. നമുക്ക് വായിച്ചിട്ടുള്ള ഒരുപാട് നോവലുകളുണ്ട്. മലയാളത്തിലൊക്കെ മിക്കവാറും നമ്മൾ വായനശാലയിൽ പോയിട്ടൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും ലോക സാഹിത്യത്തിലെ ഒരു ഗംഭീര കൃതി എന്ന മട്ടിൽ ആദ്യമായിട്ട് വായിച്ചിരുന്നത് കാരമസോ ബ്രദേഴ്സാണ്. അതാണ് എന്നെ നിർമ്മിച്ചതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഞാൻ അത്ഭുത പരതന്ത്രനായി എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൃത്യമായ മലയാളം വാക്കല്ല. ഇങ്ങനെ മനുഷ്യനെപ്പറ്റി എഴുതി വയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ ആന്തരിക ലോകം, മനുഷ്യൻ്റെ ആന്തരിക ലോകം. നിങ്ങൾക്കറിയാം, ദസ്തയേവ്സ്കി ടോൾസ്റ്റോയെ പോലെയോ തുർഗനേവിനെ പോലെയോ ഒന്നും പ്രകൃതി വർണ്ണന നടത്തുന്ന ആളല്ല. അതിൻ്റെ ബൃഹത്തായ നോവലുകൾ ഒന്നുപോലും പർവ്വതങ്ങളെയോ നദികളെ പറ്റിയൊന്നും വർണ്ണനയില്ല. കാടുകളെ പറ്റിയോ. ഇപ്പോൾ തുർഗനേവിൻ്റെയൊക്കെ വായിച്ച് നമുക്കറിയാം പ്രകൃതി വർണ്ണന വരും, രസകരമായിട്ടുള്ള പ്രകൃതി വർണ്ണന വരും. ടോൾസ്റ്റോയ് ഉറപ്പായിട്ടും. ദസ്തയേവ്സ്കി ആന്തരലോകത്തെയാണ് വർണ്ണിക്കുക. മനുഷ്യൻ്റെ ഉള്ളിലെ തെരുവുകൾ, ഉള്ളിലെ ഗലികൾ, ഉള്ളിലെ ഇരുണ്ട സ്ഥലങ്ങൾ, ഉള്ളിലെ പള്ളികൾ, ഉള്ളിലെ ചെകുത്താന്മാർ, ഉള്ളിലെ ദൈവങ്ങൾ, അങ്ങനെ അകത്തേക്കാണ് പോകുന്നത്. അത് വായിച്ച് അത് ഞാനൊരു 10-12 തവണ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴായിട്ട്. മലയാള വിവർത്തനം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. NK ദാമോദരൻ ചെയ്തിട്ടുള്ള കാരമസോ ബ്രദേഴ്സ്, കാരമസോ സഹോദരന്മാർ എന്നുള്ള പുസ്തകം മലയാളത്തിലുണ്ട്. എന്നെപ്പോലെ ഇംഗ്ലീഷ് വായിക്കാൻ പേടി തുടക്കത്തിലുള്ളവരുണ്ടെങ്കിൽ അത് വായിച്ചാലും മതി. അത്യുഗ്രനായിട്ടുള്ള വിവർത്തനമാണ്. മലയാള ഭാഷ പഠിക്കാനെന്ന് ഗുണം ചെയ്യും. പിന്നീടാണ് ഞാൻ മലയാളം വായിക്കുന്നത്. അതിൻ്റെ NBSൻ്റെ പ്രസിദ്ധീകരണം ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴേക്കും പോയി വാങ്ങിച്ചിട്ടാണ് അത്. ആ പുസ്തകം 3ാമത് വായിക്കുന്നതാണ് ഞാൻ മലയാളത്തിൽ വായിച്ചത്. പിന്നീട് മലയാളമാണ് ധാരാളമായിട്ട് വായിച്ചിട്ടുള്ളത്. ഒരു പലതവണ ഞാൻ മലയാളമാണ് പിന്നീട് ആ പുസ്തകം വായിച്ചിട്ടുള്ളത്. കാരണം എളുപ്പത്തിൽ ഓടിച്ചു പോകാൻ സൗകര്യത്തിൽ.
രാമായണവും മഹാഭാരതവും ഖുറാനും ബൈബിളും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ വെളിച്ചം ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. മരിച്ചു പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ മഹത്തായ വെളിച്ചങ്ങളുടെ ഒരു രശ്മിയെങ്കിലും എൻ്റെ ആത്മാവിൽ കയറ്റണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ദസ്തേവ്സ്കി പിന്നെ കമ്പോട് കമ്പ് എല്ലാം വായിച്ചിട്ടുണ്ട്. ദസ്തേവ്സ്കി എഴുതിയിട്ടുള്ള എല്ലാം വായിച്ചിട്ടുണ്ട്. ദസ്തേവ്സ്കിയുടെ വെളിച്ചത്തിൽ അക്കാലത്ത് റഷ്യൻ നോവലുകൾ കുറേ വായിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ പിന്നീട് മനുഷ്യനെപ്പറ്റി എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാത്ത വ്യാഖ്യാനങ്ങൾ, പറയാത്ത ധ്വനികൾ പോലും നമുക്ക് ഇങ്ങനെ കിട്ടാൻ തുടങ്ങും. ഒരു വെളുത്ത പേപ്പറിൽ ദസ്തേവ്സ്കി എന്ന് മാത്രം എഴുതി വെച്ചാൽ പോലും നമ്മൾ ഞെട്ടിപ്പോവും. ദസ്തേവ്സ്കി വായിച്ചിട്ടുള്ള ഒരാൾ അല്ല, ഒരു വെളുത്ത കടലാസിൽ നടുക്ക് ഫയദോർ ദസ്തേവ്സ്കി എന്നൊരു വാചകം കണ്ടാൽ ദസ്തേവ്സ്കിയെ വായിച്ചിട്ടുള്ള ഒരാൾ നടുങ്ങിപ്പോവും. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി പോകും. അത്രയും ഉജ്ജ്വലനായിട്ടുള്ളൊരു പ്രതിഭാശൈലി അദ്ദേഹം. അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എഴുതുമ്പോൾ, എൻ്റെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഞാൻ ദസ്തേവ്സ്കി വെട്ടിക്കളയാണ് ആദ്യം ചെയ്യുക. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അറിയാതെ ദസ്തേവ്സ്കി ഇങ്ങനെ കടന്നു വരും. അപ്പോൾ അതിങ്ങനെ മുറിച്ച് സുഭാഷ് ചന്ദ്രനാക്കാനുള്ള ശ്രമമാണ് എൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രവർത്തനം എന്ന് പറഞ്ഞു. ഇതിൽ നന്ദി. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യൻ്റെ യാത്രയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയതായിട്ടാണ് സമുദ്രശിലയിലേക്ക് എത്തുമ്പോൾ തോന്നിയത്. വായനക്കാരനെന്ന നിലയിൽ അത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം മുതൽ ആത്മീയപരമായിട്ടും മനുഷ്യനെന്നുള്ള യാത്രയുടെയും ഒരു തുടക്കമായിട്ട് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം വായിച്ചപ്പോൾ മുതൽ തോന്നിയിട്ടുണ്ട്. മനുഷ്യന് ഒരു ആമുഖം എന്നുള്ളത് മനുഷ്യനാവാനുള്ള യാത്രയുടെ ഒരു ഘട്ടമായിട്ട് സമുദ്രശിലയിലേക്ക് എത്തുമ്പോഴത് പൂർണ്ണമായിട്ട് വായനക്കാരെന്ന നിലയിൽ എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ സമയത്തെക്കുറിച്ചുള്ള 2 പ്രശസ്തമായ കഥകൾ ചേർത്ത് വയ്ക്കുമ്പോൾ പാലക്കാടൻ കഥാകാരനായ ടി.കെ. ശങ്കരനാരായണൻ്റെ സമയ സംവിധാനം, ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള കഥ, ആദ്യകാലത്തെ കഥയും രണ്ടും സമയത്തെക്കുറിച്ചാണ്. വ്യത്യസ്ത തലത്തിലുള്ള 2 സമയത്തെക്കുറിച്ചുള്ള കഥകളായിട്ടാണ് സുഭാഷ് ചന്ദ്രൻ സാറുടെ ഘടികാരങ്ങൾ നലിക്കുന്ന സമയവും ടി.കെ. ശങ്കരനാരായണൻ്റെ സമയ സംവിധാനവും തോന്നിയിട്ടുള്ളത്. ഈ മനുഷ്യനെന്ന യാത്രയുടെ ഒരു പൂർണ്ണതയായിട്ട് സമുദ്രശിലയെ നമുക്ക് കണക്കാക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനാഭവം ആരംഭിക്കുന്നത്. സമുദ്രശിലയിലും പൂർണ്ണത എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ചും കൂടി പൂർണ്ണമായിട്ടുള്ള കൃതികൾ എഴുതാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പരിശീലനം പോലെയാണ് ഈ 2 നോവലുകൾ എഴുതിയത്. എനിക്ക് എഴുതാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ 2 നോവലുകളും കണ്ടിട്ടുള്ളത്. അതിലും പൂർണ്ണമായിട്ടുള്ള നോവലുകൾ സൃഷ്ടിക്കാൻ സാധിക്കും മനുഷ്യന്. അതിലും പെർഫെക്റ്റായിട്ടുള്ള, കുറേ കൂടി മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന, കുറേ കൂടി മനുഷ്യത്വം നിറഞ്ഞ ഒന്നിനെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കും. അതിലേക്കുള്ള യാത്രയിലാണ്. ഈ സമയത്തെ പറ്റിയുള്ളത് ഈ നേരത്തെ പറഞ്ഞ കുട്ടിക്കാലം വളരെ ഒബ്സഷൻ ആയിരുന്നു. എനിക്ക് ആസ്തമ രോഗം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ വീട്ടിൽ മിക്കവാറും ഞാൻ ഏകാഗിയായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ വലിയ ചട്ടുകം പോലത്തെ നാവാട്ടി കിടക്കുന്ന ഒരു ഘടികാരം, നിങ്ങൾക്കറിയാം പഴയ കാലത്തെ ക്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ ടിക് ടിക് എന്നൊരു ശബ്ദം ഉണ്ടാവും എപ്പോഴും. അത് സമയം പോവുകയാണ് എന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നത്. സമയം തീരുകയാണ് എന്നുള്ള തോന്നലാണ് രോഗിയായിട്ടുള്ള, ശ്വാസം കിട്ടാൻ വിഷമിച്ചിരുന്ന എനിക്കുണ്ടായിരുന്നത്. അതായത് തുള്ളി തുള്ളിയായിട്ട് ചോർന്ന് സമയം, ആ ഘടികാരത്തിൽ നിലച്ചിരിക്കുന്ന എൻ്റെ സമയം ഒറ്റ തുള്ളികളായിട്ട് തീർന്നു പോവുകയാണല്ലോ എന്നുള്ള ഭയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് തീരുമ്പോൾ ഞാൻ നിൽക്കും. അത് അച്ഛൻ ഈ കീ കൊടുത്ത് വൈൻഡ് ചെയ്തെന്ന ക്ലോക്കായിരുന്നു. ആ വൈൻഡ് ചെയ്യപ്പെട്ട സാധനം തിരിച്ചു കറങ്ങിയിട്ടാണിത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സ്പ്രിങ് ആക്ഷൻ തീരുമ്പോൾ ഘടികാരം നിലയ്ക്കും, പിന്നെ വീണ്ടും വൈൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജലാകൃതി, സ്വരൂപത്തിലുള്ള എന്തോ ഒന്ന്, സമയം എന്ന് പറയുന്ന ഒന്ന് അതിനകത്ത് നിൽക്കുകയാണെന്നും, ആ ക്ലോക്കിൻ്റെ രൂപം നിങ്ങൾക്കറിയാം. പഴയ കാലത്തെ ഘടികാരങ്ങളുടെ കീഴറ്റം ഇങ്ങനെ കൂർത്തിരിക്കും, ഒരു ചോർപ്പ് പോലെ, ഒരു ചതുരം വന്നിട്ട് ഇങ്ങനെ കൂർപ്പിലേക്കാണ്. അത് ശരിക്കും തുള്ളിയായിട്ട് വീഴാൻ പറ്റിയ രൂപമായിട്ടാണ്. ഒരു ഫണൽ, ഒരു കുനി, എന്തായാലും ചോർപ്പെന്ന് പറയും, കുനിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ആ ചോർപ്പിലൂടെ തുള്ളി തുള്ളിയായിട്ട് ടിക് 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 എന്ന് വെള്ളം വീഴുന്നത് പോലെ സമയം ഇറ്റിറ്റ് വീഴുകയാണെന്നും, ആ ടിക്ക് ഒരിക്കൽ നിലയ്ക്കുമ്പോൾ ഞാനും തീരുമെന്നുള്ളൊരു ഭയം എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രായം പറയുന്നില്ല. ഇതിവൻ്റെ പുഴുവാണല്ലോ എന്ന് വിചാരിക്കും.
പക്ഷേ ആസ്തമ രോഗം കുട്ടിക്കാലം, എനിക്കിപ്പോൾ ആസ്തമ രോഗമില്ല, 10-15 വയസ്സിലത് മാറി. പക്ഷെ കുട്ടിക്കാലത്തെ ആസ്തമ, ഈ വലിവുള്ള ചെഗുവേരയുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ്, ചെഗുവേരയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് സമാധാനം. ഞാനും ചെഗുവേരയും കള്ളസായ ആസ്തമ രോഗികളായിരുന്നു. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ പറ്റും. അദ്ദേഹത്തെ പോലെ വലിയ പോരാളിയൊന്നും ആയില്ലെങ്കിലും ആകാതെ മരിക്കാം എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ്. അപ്പം അതിൽ നിന്നാണ് ഈ സമയത്തെ പറ്റിയുള്ള ഒരു ബോധം എൻ്റെ പുസ്തകത്തിൽ മുഴുവനുള്ളത്. ഈ തീർന്നു പോകുന്ന, ചോർന്നു തീരുന്ന സമയം എന്നുള്ള തോന്നൽ, അതിനെ അതിജീവിക്കാൻ, ഈ കിട്ടിയിട്ടുള്ള ഈ അമൂല്യമായ ഈ സമയത്തിൻ്റെ ഉള്ളിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു ആഗ്രഹം, ദുര ആണ് എന്നെ എഴുത്തുകാരനാക്കിയിട്ടുള്ളത്. നമുക്ക് സമയം കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരിവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഇനിയും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും എന്നെനിക്കറിയാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ പുസ്തകങ്ങളൊന്ന് വായിക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട് ചോദ്യങ്ങൾക്ക് മുമ്പ്. കുറേ പുസ്തകങ്ങൾ ഞാൻ 10-30 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 2 നോവലുകളും 28 ചെറുകഥകളും ഉള്ളുവെങ്കിലും ആത്മകഥാപരമായുള്ള കുറിപ്പുകൾ, ബാലസാഹിത്യം. മലയാളത്തിലൊരു പൊങ്ങച്ചം പറഞ്ഞാൽ മലയാളത്തിൽ എൻ്റെ തലമുറ ഏറ്റവും അധികം ബാലസാഹിത്യം എഴുതിയിട്ടുള്ള ഞാനാണ്. 16 പുസ്തകങ്ങൾ എൻ്റെ ബാലസാഹിത്യ കൃതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ബാലത്വത്തിൽ നിന്ന് മുതിർന്നിട്ടില്ലെങ്കിൽ ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് പിന്നീട് മനുഷ്യനാമുഖമൊക്കെ വായിച്ചാൽ മതി. അത് വായിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പുതിയ തലമുറ പ്രത്യേകിച്ചും വായിക്കണം, എൻ്റെ പുസ്തകം വായിക്കണം എന്നുണ്ട്. ഒരു ദുരാഗ്രഹം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളത് ഒരു നെഗറ്റീവ് ഇതോടുകൂടി നിങ്ങൾ എന്നെ ഓർത്തു വെച്ചാൽ മതി. ഈ കർക്കിടക മാസത്തിലെ രാമായണം വായിക്കുന്നത് പോലെ കന്നിമാസത്തിൽ വിളക്ക് എത്തിച്ചു വെച്ച് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം, മലയാളി മുഴുവനെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ എഴുതിയ പുസ്തകങ്ങളല്ല, ഭാവിയിൽ. കന്നിമാസത്തിൽ നായ്ക്കൾ കുറച്ച് ഇണചേരാൻ വേണ്ടി പാഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിൽ വീടിനകത്തിരുന്ന് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം ഓരോ മലയാളിയും എന്നൊരു ദുരാഗ്രഹം കൂടി പറഞ്ഞിട്ട്, അത് ഒരു അഹങ്കാരമോ അഹന്തയായിട്ടൊക്കെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. ഇതൊരു എഴുത്തുകാരൻ്റെ എളിയ ആഗ്രഹമാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു കന്നിമാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.